അതെ, ഇത് നമ്മൾ നടാനായിട്ടാണ് വന്നത്, അല്ലാതെ പിഴുതെടുക്കാനല്ല. അറിയാം, നിങ്ങളത് ശരിക്കും വെച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു. എടാ കുറച്ച് ബുദ്ധി ചെലുത്ത്. ഞാൻ ബുദ്ധിയല്ല, ചെടിയാണ് മണ്ണിൽ നടുന്നത്. അതൊക്കെ ഞങ്ങൾ വെച്ചോളാം, നീ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. എടാ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്താ ഇതൊക്കെ? അല്ല നോക്കിയേ, എന്തായി കാണിച്ചു വച്ചിരിക്കുന്നതെന്ന്. സോറി കിറ്റ്. കുഴപ്പമില്ല, ഇപ്പൊ പറഞ്ഞേ, എന്നെ കണ്ടാൽ എങ്ങനെയുണ്ട്? എടാ ഞണ്ടിനെ കണ്ട ഞണ്ടിനെ പോലല്ലേ ഉണ്ടാവുക, സംശയമുണ്ടോ? എടാ ഞാൻ അതല്ല ചോദിച്ചത്, ഏത് ഹീറോയെ പോലെ ഉണ്ടെന്നാ. നോക്കിയേ, കളി എന്നോട് വേണ്ട, കളി എന്താണെന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കും. ഇതെങ്ങനെയുണ്ട്? എന്റെ ഭായ്, തന്നെ കാണാൻ അല്പം ലൂസ് പോലെ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് മുഴുവനായിരിക്കുകയാണ്. എന്താ ഇത്? ഞാൻ എത്ര പ്രയാസപ്പെട്ട് അഭിനയിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ എന്നെ കളിയാക്കുവാണോ? അല്ല, നീ അഭിനയിക്കേണ്ട എന്താവശ്യമാണ് ഇപ്പൊ ഉള്ളത്? എടാ പ്രൊമോഷൻ കിട്ടി, കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലേ? എടാ ഞങ്ങളുടെ ഏരിയയിൽ കാസ്റ്റിംഗ് ഡയറക്ടർ വന്നിട്ടുണ്ട്, സിനിമയുടെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. കൊച്ചളിയ, നമുക്കൂടി ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? നിനക്കെന്താ വട്ടാണോ? ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത പണിയാ. നിങ്ങൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? എല്ലാരും ട്രൈ ചെയ്യുകയാണ്. കിറ്റിയാണ് ഹീറോയിൻ. കിറ്റിയോ? എടാ ഹണി, നീ പറഞ്ഞത് ശരി തന്നെയാടാ. ഒരിക്കൽ ശ്രമിക്കുന്നോണ്ട് ഒരു തെറ്റുമില്ല. അതെ ഭായ്, ഓഡിഷൻ എവിടെയാ നടക്കുന്നത്? ചേട്ടാ, സിറ്റി ഹോളിലാണ്. അല്ല, തുടങ്ങിയോ? അതെ, നമ്മുടെ ബായി അകത്തേക്ക് പോയിരിക്കുക. എന്റെ ഭായ്, ലോകത്തിലെ പോലീസ് മുഴുവൻ അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷേ എന്നെ പിടിക്കാൻ മാത്രമല്ല, തൊടാൻ പോലും പറ്റില്ല. കാട്ടുപൂച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊള്ളാം 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 കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നീ ആരാണെന്നുള്ള കാര്യം നിനക്ക് തന്നെ അറിയില്ല. അതെന്താന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്. ഇയാൾ എന്നെ കാട്ടുപൂച്ചെന്നാ പറഞ്ഞത്. എന്റെ ഭായ്, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ വെറും ആക്ടിംഗ് അല്ലേ ചെയ്തത്. ഇതിനെയാണോ ആക്ടിംഗ് എന്ന് പറയുന്നത്? ആക്ടിംഗ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. കോഴിക്കോടൻ ഹൽവയുടെ സ്വാദ് നീ ഒരിക്കലും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. ഒരു പൂച്ചയുടെ ഹൃദയം പോലെ മൃദുലമാണ് കോഴിക്കോടൻ ഹൽവ. സ്വാദുകളുടെ രാജ്ഞിയാണ് ഈ കോഴിക്കോടൻ ഹൽവ. ഒരു പൂച്ചയുടെ ചിരി പോലെ സൗന്ദര്യമാണ് കോഴിക്കോടൻ ഹൽവ. കോഴിക്കോടൻ ഹൽവയുടെ സ്വാദ് എന്താണെന്ന് നീ അറിയാൻ ഒരിക്കലും സാധ്യതയില്ല. അടിപൊളി അടിപൊളി അടിപൊളി. ഇങ്ങനത്തെ ഒരു അഭിനയം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര സൂപ്പർ അഭിനയമാണ്. സത്യത്തിൽ ആരാണിവൾ? ഞാൻ ആരാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്റ്റാർ. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും. നിന്റെ കാലുകൾക്ക് നല്ല സൗന്ദര്യമുണ്ട്, അതുകൊണ്ട് നീ ഇനി ചെരുപ്പിടാൻ പാടില്ല. ഒരു പക്ഷേ നീ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ നടക്കുന്ന സ്ഥലമെല്ലാം എന്റെ സ്ഥലമായിരിക്കും. ഇനി എന്നും നീ എന്റെ സ്വന്തമാണ്. അതുപോലെ തന്നെ നിന്റെ ചെരുപ്പുകളും എനിക്ക് സ്വന്തമാണ്. എങ്ങനെയുണ്ട്? അടിപൊളി 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 അടിപൊളി. എടാ, നിനക്കറിയില്ല നീ ആരാണെന്ന്. എനിക്കറിയാം, ഞാൻ പൂച്ചയാണ്. എടാ, നീ കത്തിക്കും, കത്തിച്ച് കൊളുത്തും, കത്തിച്ച് കൊളുത്തും. നിന്റെ അഭിനയം കണ്ട ജനങ്ങൾ തുള്ളിച്ചാടും, ഇളകി മറിയും. ഞാനിത് സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ആളുകളൊക്കെ ഇളകി മറിഞ്ഞ് ഓടിക്കഴിഞ്ഞ പിന്നെ ആരാ എന്റെ പടയിരുന്ന് കാണുക? എന്റെ അമ്മച്ചി സത്യമായിട്ട് എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ മുന്നിലും പിന്നിലും ഒന്നും നോക്കൂല. എന്റെ പിള്ളേ, നിനക്കറിയില്ല ഞാൻ ആരാന്ന്. അറിഞ്ഞു കഴിഞ്ഞ എന്റെ അമ്മച്ചിയാണ് സത്യം. എന്റെ അമ്മച്ചി സത്യമായിട്ട് എന്റെ എന്തൊരു അടിവച്ച നീ പാറശാല ചെന്ന് മലന്ന് വീഴും. എന്റെ അമ്മച്ചിയാണ് ഒരു കാര്യം ഞാൻ ഒരിക്കൽ പറഞ്ഞ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറയൂല. ടിഷും കൊള്ളാം ബഡി, കൊള്ളാം. നീ രാജമാണിക്യത്തിലെ ഹീറോയെ പോലെ ഉണ്ട്. അതെയോ? ഞാൻ വെഞ്ഞാറമൂടിനെ പോലെയാ ചെയ്തത്. പക്ഷെ നീ എന്ത് ചെയ്തോ അത് വളരെ നന്നായിട്ട് ചെയ്തു. കാശ് കിട്ടുന്ന പെർഫോമൻസ് ആണിത്. ബോക്സ് ഓഫീസിൽ എന്തായാലും ഒരു കലക്ക് കലക്കും. ദാ നോക്ക്, ഞാൻ സത്യമാണ് പറയുന്നത്. അപ്പൊ എനിക്ക് റോൾ ഉണ്ടല്ലേ? അതെ അതെ, സത്യമായിട്ടും നിനക്കിതിൽ റോൾ ഉണ്ട്. പക്ഷെ ഒരു തവണ മറ്റുള്ളവർക്കും കൂടെ ഓഡിഷൻ ചെയ്യാൻ സമയം കൊടുക്ക്.
പലരും പറയാറുണ്ട് സർ, നാട്ടുകാർക്ക് വേണ്ടി പണിയെടുക്കുന്നത് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം സർ. ആഹാ, 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 ഹേ, ഹേ, ആഹാ, ആഹാ, ഹേ, ഹേ, ആഹാ, ഹേ, 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 ആഹാ. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, the Crazy Chase. Brand new game. Download now only on Google Play Store. എന്തൊരു ഡയലോഗ് ഡെലിവറിയാണ്. എല്ലാ സൂപ്പർ സ്റ്റാറിന്റെ പോലുണ്ട്. നീ വേണമെങ്കിൽ നോക്കിക്കോ, നീ സൂപ്പർ സ്റ്റാർ തന്നെയാകും. സൂപ്പർ സ്റ്റാർ എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാറിന് മുകളിലായിട്ട് ഒന്നും തന്നെ ഇല്ല. ഞാൻ സത്യമായിട്ട് പറയുക. എന്നെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. ഇവിടെയുള്ള എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്. ഞാനില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഈ പടം നിർമ്മിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ പടം നിങ്ങൾ നിർമ്മിച്ചില്ലെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കുകയില്ല. സംശയമുണ്ടോ? അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ സത്യമായിട്ട് പറയുക. ഹോയ് 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 ഹോയ്. ഹീറോ ഹീറോ നമ്പർ 1. നിന്നെക്കാളും വലിയൊരു ഹീറോയെ ഈ ഇൻഡസ്ട്രിക്ക് കിട്ടാൻ പോകുന്നില്ല. എല്ലാവരും കൊള്ളാമെങ്കിൽ ഫിലിമിന്റെ ഹീറോ ആരാണ്? ഞാൻ പോവുകയാണ്. ഷൂട്ടിംഗ് തുടങ്ങുമ്പോ അറിയിച്ചാ മതി. എടാ എടാ ജോക്കർമാരെ, ഈ റോൾ എനിക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അല്ലല്ല, കാസ്റ്റിംഗ് ഡയറക്ടർ എന്നെയാ സെലക്ട് ചെയ്തേ. എന്റെ ഭായ്, കാസ്റ്റിംഗ് ഡയറക്ടർ എന്നെയാണ് സെലക്ട് ചെയ്തത്. പക്ഷെ റോൾ എനിക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. സംശയമുണ്ടോ? അല്ല ചേട്ടന്മാരെ, എന്റെ ടേൺ ബാക്കിയുണ്ടല്ലോ. എടാ എല്ലാവരും വേഗം വീട്ടിൽ പോകാൻ നോക്ക. ഈ റോള് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. കിട്ടി ഹീറോയിൻ, ഞാൻ ഹീറോ. എല്ലാവരും നന്നായി കേട്ടോളൂ. ഇന്നത്തെ ഓഡിഷൻ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാരും പൊയ്ക്കോളൂ. ബൈ ബൈ. ചെളിയ, ഈ ചാൻസ് എനിക്ക് കിട്ടുന്ന ഞാൻ കരുതിയത്. പക്ഷെ ആ റോള് സണ്ണിക്ക് കൊടുത്തല്ലോ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. സണ്ണി അത്രയ്ക്ക് എന്താ ചെയ്തേന്ന് നമുക്ക് കാസ്റ്റിംഗ് ഡയറക്ടർ അടുത്ത് പോയി ചോദിക്കാം. അല്ല സാർ, നമ്മൾ എന്തായാലും സിനിമ എടുക്കാൻ പോകുന്നില്ല. പിന്നെ വെറുതെ എന്തിനാ ഈ കാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്? എടാ, നമ്മൾ എന്തായാലും സിനിമ എടുക്കാൻ പോകുന്നില്ല. പക്ഷെ ലക്ഷക്കണക്കിന് നമ്മൾ സമ്പാദിക്കുമല്ലോ. നീ കേട്ടോ, ഞാൻ സത്യം തന്നെയാണ് പറയുന്നത്. അല്ല, അതെങ്ങനെയാ? ദാ ഇങ്ങനെ. ഇന്നാ പിടിച്ചോ 10 ലക്ഷത്തിന്റെ ചെക്ക്. ഇനി എന്തായാലും ഞാൻ തന്നെയല്ലേ ഹീറോ. ഹോയ് 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 ഹോയ്. ഹീറോ ഒന്നുമല്ല, സൂപ്പർ ഹീറോ. ഈ പടത്തിന് ശേഷം നീയാകും സൂപ്പർ സ്റ്റാർ. നീ വേണമെങ്കിൽ നോക്കിക്കോ. പബ്ലിക് ഈ സണ്ണിയെ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. ശരി എന്നാ ഞാൻ പോവുകയാണേ. എനിക്ക് ഒരുപാട് പണിയുണ്ട്. എന്തായാലും വലിയൊരു ഹീറോ ആവേണ്ടതല്ലേ. ഇതാ 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞു. നമുക്കെന്നാ ഉടനെ ഇവിടുന്ന് സ്ഥലം വിട്ടാലോ? എടാ, ഇപ്പൊ വേണ്ട. ഇപ്പൊ എന്തിനാ പോകുന്നത്? എന്തിനാ എത്ര ധൃതി? അടുത്തതായിട്ട് നമ്മൾ ചെയ്യും സപ്പോർട്ടിംഗ് കാസ്റ്റ്. പിന്നെ വില്ലൻ, കൊമേഡിയൻ എല്ലാവരെയും കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടേ നമ്മൾ ഇവിടുന്ന് പോവുകയുള്ളൂ. ഇനിയും ഒരു 2 ലക്ഷം വെച്ച് വാങ്ങാലോ. അപ്പൊ ഒരു 10-15 ലക്ഷം രൂപ കിട്ടുമല്ലോ. ഇന്ന് ഇവന്മാർ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പൊ വേണ്ട, നമ്മൾ ആരാണെന്ന് ഓഡിഷനിൽ വെച്ച് നമുക്ക് കാണിച്ചു കൊടുക്കാം. നിങ്ങളെയൊക്കെ ഓഡിഷൻ ഇന്നലെ കഴിഞ്ഞതല്ലേ? അത് നല്ല മെയിൻ റോളിനായിരുന്നു. ഇത് സപ്പോർട്ടിംഗ് ക്യാരക്ടറിന് വേണ്ടിയുള്ള ഓഡിഷനാ വന്നത്. അതെ അതെ, ശരിയാണ്. നമുക്ക് സെക്കൻഡ് ലീഡിന് ആവശ്യമുണ്ടല്ലോ. കൂടാതെ നമുക്ക് ഒരുപാട് ലീഡിങ്ങിന് ആള് ആവശ്യമുണ്ട്. കാരണം നമ്മൾ 4 കൂട്ടുകാരുടെ പടമാണല്ലോ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളൊരു ആക്ഷൻ സീൻ റെഡിയാക്കിയിട്ടുണ്ട്. വാവ്, ഐ ലവ് ആക്ഷൻ. എന്ന് തുടങ്ങിക്കോളൂ. സീരിയൽ 4 കൂട്ടുകാരെ ഒരു വില്ലനെ ഇടിച്ച് നിരപ്പാക്കുകയാണ്. അയ്യോ, നീ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഞാൻ ആരാണെന്ന്. അപ്പൊ നിനക്ക് മനസ്സിലാകും നീ ആരാണെന്ന്. എന്തിനാണ് നീ എന്നെ ഇങ്ങനെ കൊല്ലുന്നത്? കഞ്ഞിവെള്ളം എനിക്കിഷ്ടമല്ല. പിടിച്ചോ പിടിച്ചോ. ഇരിക്കട്ടെ, ഞങ്ങൾ പബ്ലിക്കാണ് സാർ. ഞങ്ങൾ ഒരുപാട് തല്ലും. വാവ്, നിങ്ങളുടെ അഭിനയം എന്തായാലും നന്നായിട്ടുണ്ട്. ജോണി, ഞാൻ അടിക്കുന്ന അടിയിൽ നീ ഇന്നാകും ബിരിയാണി. എന്റെ പൊന്നെ കിട്ടി, ഇങ്ങനെ കുട്ടിയിരുന്നാലും എല്ലാരും കൂടെ എന്നെ എവിടെ തല്ലി ചതയ്ക്കുകയാണ്. ഞാൻ പറയുന്നതൊക്കെ വളരെ സത്യമാണ്.
അല്ല എന്തിനാ തല്ലുന്നത്? നിർത്താനാ പറഞ്ഞത്. കിറ്റി, ഇയാളൊരു ഫ്രോഡാണ്. ഇയാളെ സിനിമയൊന്നും ചെയ്യാൻ പോകുന്നില്ല. അഭിനയത്തിന്റെ പേരും പറഞ്ഞ് എല്ലാവരുടെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുക്കുകയാണ്. കിറ്റി, ഇവര് പറയുന്നതൊക്കെ പച്ച കള്ളമാണ്. മാഡം, ഞാൻ ഇയാളുടെ കൂട്ടുകാരനാണ്. നിങ്ങളുടെ കൂട്ടുകാര് പറയുന്നത് സത്യമാണ്. ഞങ്ങള് സിനിമ ഒന്നും തന്നെ എടുക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള പൈസ തട്ടിപ്പറിക്കാൻ ഞങ്ങളുടെ ഒരു തന്ത്രമാണിത്. ഞാൻ പറഞ്ഞ സത്യമാണ്. എടാ, മെയിൻ റോൾ തരാന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിച്ചതല്ലേ? എന്റെ അടുത്ത് 2 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഈ പടത്തിലെ സെക്കൻഡ് ഹീറോ ആക്കാന്ന് പറഞ്ഞതാണ്. എന്റെ അടുത്ത് 15,000 രൂപ വാങ്ങി. 20,000 വാങ്ങിയതാ. ഇതെല്ലാം ഇയാളുടെ പ്ലാനിംഗ് ആണ്. ഞാൻ വെറുതെ ഇയാളുടെ കൂടെ കൂടിയെന്നേ ഉള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ ആരും എന്നെ ഇനി തല്ലരുത്. കാരണം നാട്ടുകാരെല്ലാം കൂടെ പുറം പൊളിച്ച് പൊങ്കാലിട്ടിരിക്കുകയാണ്. പ്ലീസ്, ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം സമ്മതിച്ചേക്കാം. എന്നെ ദയവ് ചെയ്ത് പോലീസിൽ ഏൽപ്പിച്ചാ മതി. പ്ലീസ് പ്ലീസ് പ്ലീസ്. അത് ഞാൻ ചെയ്തോളാം. അതിനു മുമ്പ് നിനക്ക് സമ്മാനമായിട്ട് എന്റെ ഈ 50 കിലോ ഭാരമുള്ള കൈ കൊണ്ട് നല്ലൊരു സമ്മാനം ഞാൻ തരുന്നുണ്ട്. എന്നാ പിടിച്ചോ. കണ്ടോ എന്റെ ശക്തി? കണ്ടു. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ രക്ഷപ്പെടുത്തിയത് ഞങ്ങളാണ്. അല്ലെങ്കിൽ നിന്റെ 10 ലക്ഷം രൂപ അയാളെ കൊണ്ട് പൊട്ടടിച്ച് തീർത്തേനെ.